നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. നമുക്ക് ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. ഭഗവാൻ നൽകുന്ന സന്ദേശം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ആത്മീയമായ പുരോഗമനത്തിലേക്ക് നയിക്കാം. ശാന്തി, സമാധാനം, അതിനുള്ള വഴികളാണ് ഭഗവാൻ നമ്മളിലേക്ക് തരുന്നത്. പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെ തീർക്കാനും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ക്ലീം കൃഷ്ണായ ഗോപീജന. നമുക്ക് 2 കാർഡ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് പ്യൂരിറ്റി ആണ് വരുന്നത് കേട്ടോ. പ്യൂരിറ്റി ഈസ് ഡീഡ്സ് ആൻഡ് വേർഡ്സ് ഈസ് റിവാർഡഡ്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? പ്യൂരിറ്റി അറിയാലോ. പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ലെറ്റ് ഗോ ഫാൾസ് ഈഗോ. To taste the divinity, let your false ego go. Break that wall of egoism and self-centered and taste the divine. We all are but one creation. ഇപ്പോൾ 2 കാർഡാണ് നമുക്ക് തന്നുള്ളത്. ഒന്ന് പ്യൂരിറ്റി. പ്യൂരിറ്റി എല്ലാവർക്കും അറിയാം, ശുദ്ധി, ആത്മീയമായ ശുദ്ധി. പ്യൂരിറ്റി ഇൻ ഡീഡ്സ് ആൻഡ് വേർഡ്സ് ഈസ് റിവാർഡഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ലെറ്റ് ഗോ ഓഫ് ഫാൾസ് ഈഗോ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ഗോ ഓഫ് ഫാൾസ് ഈഗോ, ശരിക്കും ഈ ഈഗോ, ഫാൾസ് ഈഗോ പോകാൻ ഈ പ്യൂരിറ്റി നമ്മളെ സഹായിക്കും. കറക്റ്റായിട്ട് ഇത് തന്നിരിക്കുകയാണ്. കാരണം എന്താണ്, നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മളൊരു ശുദ്ധിയും സത്യസന്ധതയും എല്ലാ രീതിയിലും, പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ രീതിയും നമ്മൾ ഉൾക്കൊള്ളിക്കണം. വാക്കുകളിൽ, പ്രവൃത്തിയിൽ സത്യസന്ധത, നന്മ, സ്നേഹം, അതായത് കളങ്കമില്ലാതെ, ഒന്നും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ശുദ്ധമായ സ്നേഹം, ശുദ്ധമായ പ്രവൃത്തി, ശുദ്ധമായ നന്മയോട് കൂടിയുള്ള നമ്മളിൽ തന്നെ പിന്നെ ശുദ്ധി, ഇതൊക്കെ ചേർന്ന് ആ ഒരു പ്യൂരിറ്റി വരുമ്പോൾ ആ ഫാൾസ് ഈഗോ നമ്മളെ വിട്ടു പോകും. നമ്മളായിട്ട് സൃഷ്ടിച്ച ഞാൻ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ. കാരണം ഒക്കെ നമ്മളിൽ പ്രവർത്തിക്കുന്നതൊക്കെ ഭഗവത് ചൈതന്യമാണ്, നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. ഇപ്പം നല്ലൊരു കരിയർ തയ്യാറാക്കി, അപ്പോൾ നമുക്ക് തോന്നും ഞാൻ വലിയൊരു സംഭവമാണെന്ന്. പക്ഷേ ആ ഒരു ചൈതന്യം, നമ്മുടെ ഉള്ളിലൊരു ദൈവിക ചൈതന്യമാണിത് പ്രവർത്തിക്കുന്നത്. ആ ദൈവിക ചൈതന്യത്തിൻ്റെ ജന്മാന്തരങ്ങളായിട്ടുള്ള എന്താ പറയുക, ആർജിച്ച അറിവാണ് നമ്മളിൽ കൂടെ പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ ഈ ശരീരത്തിൽ കൂടെ. പക്ഷെ നമ്മൾ ഫാൾസായിട്ട് നമ്മൾ ചിന്തിക്കുക എന്താണ്, നമ്മുടെ ശരീരമാകുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഈ ഭൂമിയിൽ താൽക്കാലികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ ശരീരം വെച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഞാനാണ്. ഇത്രയും വലിയൊരു ക്രിയേഷൻ, പ്രപഞ്ചം സൃഷ്ടിച്ച ആ ഭഗവാൻ നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ആ ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം എങ്ങനെയാണ് ചലിക്കുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിലൊരു ചൈതന്യം, ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഒരു ചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിലും നമ്മളെ ചലിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണോ ആ ഭഗവാൻ ആ ചൈതന്യത്തെ പിൻവലിക്കുന്നത്, അതോടുകൂടി നമ്മുടെ ശരീരം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളറിയാതെ സംഭവിക്കുന്നത്. നമ്മൾ ജനിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ തിരികെ പോകുന്നതൊക്കെ ഒക്കെ ഭഗവത് ചൈതന്യമാണ് തീരുമാനിക്കുന്നത്. ഭഗവാന്റെ ആ ഒരു തീരുമാനമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫാൾസായിട്ട് ഈ ഒരു ഈഗോയുടെ ആവശ്യമില്ല എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഘടകമാണ് പ്യൂരിറ്റി കേട്ടോ, എല്ലാ വാക്കുകളിലും പ്രവർത്തികളിലും. അപ്പോൾ അതൊക്കെ എന്താണ്, റിവാർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളത് ആ ഒരു പ്യൂരിറ്റിയോട് കൂടി നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു റിവാർഡ്, നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ പ്രസൻസ്, ഭഗവാന്റെ ആ ഒരു നമ്മളിലേക്കുള്ള ശ്രദ്ധ ഒരു റിവാർഡായിട്ട് കിട്ടും ശരിക്കും. അത് തന്നെയല്ല, ഒരുപാട് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് നമ്മളിലേക്ക് വന്നു ചേരും. അതാണ് ആ റിവാർഡഡ് കാണിച്ചത്, ഈസ് റിവാർഡഡ്. അപ്പോൾ ടു ടേസ്റ്റ് ദ ഡിവൈനിറ്റി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ആ ഡിവൈനിറ്റിനെ അറിയാൻ, അതിനെ അനുഭവിച്ചറിയണമെങ്കിൽ, ആ ഒരു ദൈവികതയെ നമ്മളിലേക്ക് ചേർക്കണമെങ്കിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. നമ്മൾ ആ ഫാൾസ് ഈഗോനെ നമ്മൾ ഉപേക്ഷിക്കണം. അതായത് ഞാൻ വലിയ സംഭവമാണ്, എല്ലാം എന്നിലൂടെ നടക്കൂ, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നൊരു ഫാൾസായിട്ടുള്ള ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു തലക്കനം വരും. ഇപ്പോൾ കുറച്ച് പണം തന്നെ നമ്മുടെ കയ്യിൽ അധികം വരുമ്പോൾ നമുക്കൊരു തലക്കനം വരും, മറ്റുള്ളവരേക്കാൾ പണം കൂടുതലുണ്ട് എന്ന് പറയാം. പക്ഷേ ആ പണം തരുന്നതും അതെടുക്കുന്നതും തോളിൽ മാറാപ്പ്, മറ്റേ ഒരു ഇതുണ്ടല്ലോ,
അപ്പം അതുപോലെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് കേട്ടാ. രാജാവാക്കുന്നതും അതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഒന്നും ചലിക്കുന്നത്. നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ റിതത്തിനനുസരിച്ച് പോവുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതും നമ്മൾക്ക് തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ കൊണ്ട് പ്യൂരിറ്റി, ആ സത്യസന്ധതയും നന്മയും സ്നേഹം നിറഞ്ഞ് നല്ല വഴിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ ഫാൾസേഗോ തനിയെ പോകും. നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ നമുക്ക് ലഭിക്കും. ആ റിവാർഡഡ് എന്ന് പറഞ്ഞത് അതാണ്, ഈസ് റിവാർഡഡ്. അത് ഭഗവാന്റെ അനുഗ്രഹം ഒരു സമ്മാനമായിട്ട് ലഭിക്കും. ആ ഭഗവാന്റെ ഒരു അനുഗ്രഹവും പ്രസൻസും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അതിന് നമുക്ക് ഈ ഒരു ഫാൾസ് ഈഗോ കളഞ്ഞാൽ തന്നെ പ്യൂരിറ്റി അവിടെ ഓൾറെഡി അവിടെ നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിറ്റി ഉണരാൻ തുടങ്ങും. ആ ഫാൾസ് ഈഗോ പോകുമ്പോൾ എല്ലാത്തിലും നന്മ കാണാം, എല്ലാവരിലും ഒരേ ഭഗവത് ചൈതന്യത്തെ കാണാം, എല്ലാവരോടും സ്നേഹത്തോടെ നന്മയോടും കൂടി പ്രവർത്തിക്കുക. നമുക്ക് ഉള്ളതുപോലെ അവർക്കും വരാൻ ആഗ്രഹിക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഭഗവാൻ തന്നിരിക്കുന്നത് അതുപോലെ നന്മയും സ്നേഹവും ഐശ്വര്യവും കേട്ടോ. എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി അവരും ഐശ്വര്യവും സമൃദ്ധിയും നന്മയോടുകൂടി ഭഗവത് സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ആ സമത്വ ഭാവനയോടുകൂടി എല്ലാത്തിലും ഭഗവത് ചൈതന്യത്തെ നമ്മൾ കാണുമ്പോൾ അത് തന്നെ ഒരു പ്യൂരിറ്റി. അപ്പോൾ ഭഗവാൻ ശരിക്കും നമുക്ക് ഓരോ ദിവസം കറക്റ്റാണ് നമുക്ക് തരുന്ന കാർഡുകൾ. അപ്പോൾ ആ പ്യൂരിറ്റി വരുമ്പോൾ ഫാൾസ് ഈഗോ പിന്നെ അവിടെ ഉണ്ടാവില്ല. എന്നാലും ഭഗവാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ്, പ്യൂരിറ്റി ഉണ്ട് എങ്കിൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫാൾസ് ഈഗോ നമ്മൾ ഒറ്റ കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾക്കുള്ള നന്മ പോലെ നമ്മുടെ കയ്യിലുള്ളത് പോലെ ഇപ്പം നല്ലൊരു വലിയ ഫോണാണ് വില കൂടിയത്, അതുപോലെ മറ്റൊരാൾക്കും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യൂരിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാ. ആ നന്മയുടെ കേട്ടോ ആ സ്നേഹത്തിൻ്റെ പ്യൂരിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇതേപോലത്തെ ഒരു ഫോൺ ആൾക്കും കിട്ടട്ടെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ആ പ്യൂരിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഫാൾസ് ഈഗോ ഇല്ല. അതിലപ്പോൾ നമുക്ക് ഭഗവാനോട് നന്ദി പറയാം. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ആ നന്മ വളർത്താൻ സഹായിക്കുക. പ്രാർത്ഥന കൊണ്ട്, മെഡിറ്റേഷൻ കൊണ്ട് ഒക്കെ നന്മ കൊണ്ട് നമ്മുടെ ഈ ഒരു കൃഷ്ണ സന്ദേശം ദിവസവും കേട്ടുകൊണ്ട് ദിവസവും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഓരോ ദിവസവും നിങ്ങളിത് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ നന്മകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ആത്മീയ ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിലെ സോളിനെ പ്യൂരിഫൈ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങളൊരു പ്യൂരിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. നിങ്ങളറിയാതെ തന്നെ ഭഗവാൻ നമ്മളെല്ലാവരെയും പ്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയാണ്. തുടർന്നും ഇത് കേൾക്കുക, ഭഗവാന്റെ സന്ദേശം ഭഗവാൻ ഒരു മാധ്യമത്തിൽ കൂടെ തരികയാണ് നമുക്ക്. നേരിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാത്തത് കൊണ്ട്, കാരണം നമ്മൾ ടെൻഷൻ അടിച്ച ജീവിതത്തോടു കൂടി ഓടുകയാണല്ലോ. അപ്പോൾ നേരിട്ട് നമുക്ക് തരുന്ന മെസ്സേജുകൾ നമുക്ക് സ്വീകരിക്കാനുള്ള പ്രാപ്തി നമുക്ക് വരാത്തത് കൊണ്ട് ഒരു മാധ്യമത്തിൽ കൂടെ നമ്മളിലേക്ക് ഓരോ ദിവസം ഓരോ സന്ദേശങ്ങൾ തരികയാണ്. നമ്മളത് സ്നേഹപൂർവ്വം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്യൂരിറ്റി വർദ്ധിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു.